ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയന്റെ കീഴിലുള്ള ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി മായ ശിവു കുമരൻ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യന്റെ ജീവിതം പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ബാല്യം, ശൈശവം, കൗമാരം, വാർദ്ധക്യം എന്നിവയാണവ. വാർദ്ധക്യം കാലത്തിന്റെ അനിവാര്യതയാണ്. അത് സത്യമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും പരിചരണവും ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാലഘട്ടമാണത്. ഒറ്റപ്പെടലും ഏകാന്തതയും ശാരീരിക പ്രശ്നങ്ങളും അലട്ടുന്ന ഈ കാലഘട്ടം മനോഹരമാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞ ഈ കാലഘട്ടം എങ്ങനെ പ്രസാദാത്മകമാക്കാം? അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വാർദ്ധക്യകാലം മനോഹരമാക്കാം എന്ന വിഷയത്തിൽ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ശ്രീമതി ജയ രതീഷ് മറിയപ്പള്ളി അവറുകളാണ്. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും കോട്ടയം കോപ്പറേറ്റീവ് കോളേജിലെ അധ്യാപികയും മികച്ച പ്രഭാഷകയും മോട്ടിവേഷണൽ ട്രെയിനറുമൊക്കെയായ ജയ ടീച്ചർ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ജവഹർ നവോദയ വിദ്യാലയം, സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള എൻട്രൻസ് കോച്ചിംഗ് സെന്ററും പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് പ്രാക്ടീസും ടീച്ചർ നടത്തിവരുന്നു. ഈ ക്ലാസ് എടുക്കുന്നതിന് സർവഥാ യോഗിയായ ജയ ടീച്ചറെ ഏറെ സ്നേഹാദരവുകളോടെ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ ടീച്ചർ. നമസ്തേ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവത്ര പാദങ്ങളില് കോടിക്കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത്ര പാദങ്ങള് നമ്മുടെ മുന്നിലേക്ക് നൽകിയിട്ടുള്ള ജീവിതചര്യയുടെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് കടന്നു പോകേണ്ടത് എന്നതിനെ കുറിച്ച് തൃപാദങ്ങൾ നമ്മളെ എങ്ങനെയാണ് കാട്ടിത്തന്നത് എന്നതിനെ കുറിച്ച് ഒരു വിചിന്തനം ചെയ്യുവാനായിട്ടും അതിലേക്കൊരു നേർക്കാഴ്ചകളും ഉദാഹരണങ്ങളിലൂടെയും ഒക്കെ ഒരു കടന്നു പോകാനായിട്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവതര പാദങ്ങള് നമ്മളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുവാനും ഇത് സഹായിക്കുമെങ്കിൽ ഭഗവാന്റെ മുൻപിലേക്ക് ഞാൻ കൊടുക്കുന്ന ഒരു കാണിക്ക മാത്രമാണ്, ഒരു ഗുരുപൂജ മാത്രമാണ് ജോർജിയുടെ ഐശ്വര്യത്തോടെ പ്രായമാകാം, അർത്ഥവത്തായി ജീവിക്കാം. ഇതാണ് ശരിക്കും നമ്മുടെ വിഷയം. അതായത് ഐശ്വര്യത്തോടെ പ്രായമാകാം. ഇതിനകത്ത് ആ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് കോർഡിനേറ്റർ പ്രസാദ് കുമാർ സാറ്, മറ്റ് എന്നെ സ്വാഗതം ആശംസിച്ചിരിക്കുന്ന സുധ ടീച്ചറ്, മറ്റ് സഹപഠിതാക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. ഞാൻ
ഒരു പ്രത്യേക വിഷയം എടുക്കാനുള്ള കാരണം ഇതാണ്. കഴിഞ്ഞ ആഴ്ചയില് നീതുജി നമുക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണം, നമ്മൾ വളരേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഗംഭീരമായ ഒരു ക്ലാസ് തന്നെ നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പലതരത്തിലുള്ള വൈകല്യങ്ങളുടെയും കാരണങ്ങള് കുട്ടികളാണ് എന്ന അവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില തെറ്റായ ധാരണകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ നമ്മളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമ്മളെ ഒന്ന് തിരിച്ചറിവിന്റെ ഭാഷയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഐശ്വര്യത്തോടെ പ്രായമാകാം, അർത്ഥവത്തായി ജീവിക്കാം എന്ന സബ്ജക്റ്റിലേക്ക്, അഥവാ വാർദ്ധക്യകാലം മനോഹരമാക്കാം എന്ന വിഷയത്തിലേക്ക് ഞാനൊന്ന് കണ്ണൂന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും 30+ ആയിരിക്കാം. എൻ്റെ മക്കള്, കുറെ കുട്ടികൾ എനിക്കുണ്ട്, എൻ്റെ മക്കള് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവര് 30+ അല്ല. ബാക്കി എല്ലാ നമ്മുടെ പഠിതാക്കള് ഒക്കെ 20-30 ഒക്കെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യം, ഒരു ചിന്തകള്, ആ ചിന്താധാരകളെ ഒന്ന് മാറ്റി നമുക്കൊരു പുനർചിന്തനം ചെയ്യുവാനായിട്ട് ആകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ വിഷയമായിട്ട് വന്നിരിക്കുന്നത്, വാർദ്ധക്യകാലം മനോഹരമാക്കാം എന്നത്. ഇതിലേക്ക് എന്നെ വഴി തെളിച്ചിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരുടെ മുൻപിലേക്ക് ഞാൻ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മഹാഗുരുവിന്റെ മുൻപിലേക്ക് കോടി പ്രണാമങ്ങളും നൽകിക്കൊണ്ട് മഹാഗുരുവിന്റെ ശിഷ്യ പരമ്പരകളെ ഒന്നായി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ആദ്യം തരുന്നത്, ആദ്യമായിട്ടാണ് ഒരാൾ പ്രസന്റേഷൻ നൽകിക്കൊണ്ട് പ്രഭാഷണം ആരംഭിക്കുന്നത് എന്നത് തുടങ്ങി വെച്ചപ്പോൾ തന്നെ, ഞാൻ പ്രസന്റേഷൻ കാട്ടി തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് സുധി സാറ് പറഞ്ഞു, ടീച്ചറെ പ്രസന്റേഷൻ ഉണ്ടോ, ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഈ വനിതയെ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മളിതൊരു ഇന്ററാക്ഷൻ സ്റ്റേജ് ആണെന്ന് മാത്രം ഓർക്കുക. അല്ലാതെ ഇതൊരു വലിയ സെഷനോ പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ ആയിട്ടൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തെളിയിക്കുവാൻ സാധ്യമാകുമെന്നുണ്ടെങ്കിൽ അത് നല്ലതായി വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഉദ്യമത്തിന് ഇറങ്ങിയിരിക്കുന്നുള്ള ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട്, എൻ്റെ ഒരു എളിയൊരു ശ്രമം മാത്രമാണ്, എൻ്റെ ഒരു ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മൈക്കൊന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതാരാണ് എന്നത് ആദ്യം ഒന്ന് പരിചയം, എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് അല്ലേ? KS ചിത്ര അല്ലെ? ഈ KS ചിത്രയുടെ പ്രത്യേകത എന്താ? പ്രശസ്ത ഗായികയാണെന്നുള്ളത് അത് ഇറ്റ്സ് ഓക്കെ, പ്രശസ്ത ഗായികയാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും മറക്കാനാവത്തില്ല. ഒരേ ഒരു പ്രാവശ്യമേ നമ്മൾ KS ചിത്രയെ കരഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ സങ്കടത്തോടെ കണ്ടിട്ടുണ്ടാകുന്നത്. അവർക്ക് ഉണ്ടായ ഒരു കുഞ്ഞിനെ, ദൈവം തന്ന ഒരു കുഞ്ഞ് തന്നിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഉണ്ടായ ഒരു സങ്കടകരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്രമാണ് KS ചിത്രയുടെ ഫേസിനകത്ത് ഒരു മ്ലാനത നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ മ്ലാനതയിൽ നിന്ന് അന്തർധാനയിൽ അവർക്ക് സങ്കടമുണ്ടെങ്കിൽ പോലും ഈ തെളിഞ്ഞ പുഞ്ചിരി അല്ലെ, അതൊരു ഐഡന്റിറ്റി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പുഞ്ചിരിക്കുമുണ്ടോ? പുഞ്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നിസ്സാരമെന്ന് കരുതി നമ്മൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരിയിലോ ഒരു നല്ല വാക്കിലോ അതായത് നമ്മൾ എവിടെയെങ്കിലും ഓർമ്മിപ്പിക്കുന്നുണ്ടാവും എന്ന ഒരു വാക്കിലൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് ഞാൻ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നത് നമ്മുടെ ആകും എന്നതിൻ്റെ ഒരു കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്ത്യയിലെ
ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഒഡീഷ സംസ്ഥാനം. ആ അവിടെ കൽക്കരി കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രായമായതും ഇടത്തരം ചെറുപ്പക്കാരായുള്ള കുറെ വനിതകളും. ആ വനിതകൾ എന്നും വളരെ തിരക്ക് പിടിച്ച് ജോലിക്ക് കമ്പനിയിലേക്ക് വരുന്നു, തിരിച്ചു പോകുന്നു. അവരോടൊപ്പം സുന്ദരിയായ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അവൾക്ക് അവളുടെ ഒരു പ്രത്യേകത, നല്ല വെളുത്ത് സുന്ദരിയായ പെൺകുട്ടിയാണെങ്കിലും അവള് ജോലി ചെയ്യാൻ പോകുന്നത് കൽക്കരി ഖനിയിലാണെന്ന് ഓർത്തോണം. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളത് കൊണ്ടാണ് വളരെയേറെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജോലിയാണ് കൽക്കരി ഖനിയിലെ തൊഴിലെന്ന് പറയുന്നത്. പക്ഷേ അവള് ഈ പ്രായം അല്ലെങ്കിൽ വീടിന്റെ ഭാരം ഏറ്റുവാങ്ങുന്ന വീട്ടമ്മമാരോടൊപ്പം ഈ ചെറിയ പെൺകുട്ടിയും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവളുടെ വീടിന്റെ സാമ്പത്തിക അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. അവളെ ആ ഗേറ്റ് കമ്പനിയുടെ ഗേറ്റ് കടന്നു പോകുമ്പോൾ തന്റെ അച്ഛനോളം പ്രായമുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള ജീവനക്കാരനെ നോക്കി ഒരു പുഞ്ചിരി നൽകിയിട്ടാണ് എന്നും അകത്തേക്ക് ജോലിക്ക് പോകുന്നതും, അതുപോലെ തന്നെ തിരിച്ചു പോരുമ്പോഴും ഒരു പുഞ്ചിരി നൽകിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവൾ അവളുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകവേ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് കടന്നുപോയ പെൺകുട്ടി പിന്നെ തിരികെ ഒരു കമ്പനി ആയതുകൊണ്ട് പല ഡിപ്പാർട്ട്മെന്റ് പല സെക്ഷനുകളിലായിട്ടാണ് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലാകുമ്പം വീട്ടമ്മമാരായിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ സെഷനകത്ത് കയറിയിട്ടുണ്ട്. വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാര് എങ്ങനെയെങ്കിലും നമ്മുടെ തൊഴിലിടത്തിൽ നിന്ന് ഓടി അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു നിമിഷങ്ങളുണ്ട്. 5 മണി വരെയാണ് സമയം പറയുന്നതെങ്കിൽ 5 മണിയാകാൻ സൂചിമനെ നോക്കി നിന്ന് ഓടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഇതുപോലെ തന്നെ തിരക്ക് പിടിച്ച് സ്ത്രീകൾ ഓടിപ്പോകവേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറിയ പെൺകുട്ടി എത്തിയിട്ടില്ല എന്ന ശ്രദ്ധ അവരുടെ കയ്യിലേക്ക് വന്നില്ല. സമയം കടന്നുപോയി. അതിനുശേഷം കൃത്യമായ സമയത്ത് സ്വന്തം ഭവനത്തിൽ എത്താതിരുന്നതിന്റെ പരിണിത ഫലമായിട്ട് എന്റെ പ്രസന്റേഷന് പകരം ആരോ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പ്രസന്റേഷൻ പോയോ? ഹലോ, പ്രസന്റേഷൻ പോയി. അതിന്റെ പരിണിത ഫലമായിട്ട് ഞങ്ങളുടെ പ്രസന്റേഷൻ വീണ്ടും പൊക്കോണ്ടിരിക്കുക കേട്ടോ. പരിണിത ഫലമായിട്ട് അവരെ കൃത്യമായ സമയത്ത് വീട്ടിൽ എത്തിച്ചേരാതിരിക്കുകയും അവരെ വീട്ടുകാർ അന്വേഷിച്ച് വരുമ്പോൾ പലയിടങ്ങളിലായിട്ട് അന്വേഷിക്കുന്നതിന് ആദ്യം തന്നെ ചെയ്തത് തന്റെ കമ്പനിയിലേക്ക് ഓടി ചെല്ലുകയാണ് ചെയ്തത്. കൃത്യമായ സമയത്ത് അവൾ അവിടെ വന്നിട്ടില്ല, അവള് വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായൊരു സംഭവം സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നുണ്ട്, ഈ നിശ്ചിതമായ പെൺകുട്ടി ഇവിടുന്ന് തിരികെ പോയിട്ടില്ല, കമ്പനിയിൽ നിന്ന് തിരികെ പോയിട്ടില്ല എന്ന വിവരം കൃത്യമായിട്ട് അറിയിക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞ മറുപടി ഇതാണ്: അവൾ എന്നും രാവിലെയും വൈകുന്നേരം ജോലിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്നെ നോക്കി ഒരു പുഞ്ചിരി നൽകുമായിരുന്നു. അതുകൊണ്ട് ആ പുഞ്ചിരി അങ്ങോട്ട് പോയപ്പോഴുണ്ടായുള്ളൂ, തിരിച്ച് എനിക്ക് നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ആ പുഞ്ചിരിയുടെ ആസ്വാദനം അദ്ദേഹം ശരിയായ രീതിയിൽ അത് സ്വീകാര്യമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ പോയിട്ടില്ല എന്ന്, തിരികെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കമ്പനിക്കുള്ളിലേക്ക് തേടി ചെല്ലുമ്പോൾ അവൾ ആ കമ്പനിയുടെ വിഷിന്റെ ഇടയിൽ ഒരു അപകട അവസ്ഥയിലായി പോയിരുന്നു. അവരുടെ ജീവന്റെ എല്ലാവരും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: ഒരു പുഞ്ചിരി കൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെടുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ
പുഞ്ചിരിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിരിക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ്. അതായത് പുഞ്ചിരി പല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അട്ടഹാസമാണെങ്കിൽ കളിയാക്കി ചിരിക്കലായിട്ട് മലയാളികൾ കണക്കാക്കുമെന്നുണ്ടെങ്കിൽ, അതായത് പുഞ്ചിരി നമ്മുടെ ചിരി നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ചിരിക്കലാണ്. എല്ലാവരുടെയും ഒരു ആഗ്രഹം അതായത് ചെറുപ്പക്കാരിയായിട്ട് ഇരിക്കാനാണ്. അതാ ഞാനൊരു കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം പറയാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ക്ഷേത്ര നടയിൽ നിന്ന് എൻ്റെ ഗുരുക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് പടവുകൾ ഇറങ്ങി താഴേക്ക് വരവേ പുറകിൽ നിന്നൊരു ശബ്ദം, ടീച്ചർ ഇങ്ങനെ ചെറുപ്പക്കാരിയായിട്ടൊക്കെ നടന്നു കേട്ടോ, ഞങ്ങളൊക്കെ പ്രായമായെന്ന്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എൻ്റെ സ്റ്റുഡൻ്റാണ്. അവളെ കണ്ടപ്പോൾ ഞാൻ വളരെ അതിശയമായിപ്പോയി. ഒരുപാട് പ്രായം ചെന്നൊരു ഫിസിക്കലി അവള് മാറ്റങ്ങളൊക്കെ വന്നിരിക്കും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന പിള്ളേരോട് എനിക്ക് ഭയങ്കരമായ ഇഷ്ടമാണ്. അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. ഇത്രയും വലുതായതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഓടി വന്ന അവളെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ടീച്ചറ് വളരെ സുന്ദരിയായിരിക്കുന്നു, അതുപോലെ തന്നെ ഒത്തിരി പ്രായം കുറഞ്ഞിരിക്കുന്നു. ഈ റിവേഴ്സ് ഏജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു? ടീച്ചറിന്റെ പിന്നിലുള്ള സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതൊന്നും അല്ല ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? റിവേഴ്സ് ഏജിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നോ? ഞാൻ എൻ്റെ വിഷയം തന്നെയാണ് പറയുന്നത്. ഐശ്വര്യത്തോടെ പ്രായമാകാം. നമുക്ക് ആ ഐശ്വര്യം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ പ്രായം ഒരു 10 വയസ്സൊന്ന് കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അല്ലെങ്കിൽ 20 വയസ്സായിട്ട് എന്നെ നോക്കിയിട്ടും ഇത്രയും പ്രായമുണ്ടെന്ന് എൻ്റെ പ്രായമൊന്നും ആദ്യം തിരക്കിയൊന്നും വന്നേക്കല്ലേ. പ്രായത്തിന്റെ എന്നെ തേടിയൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രായം കുറയ്ക്കാനുള്ള ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അല്ലാതെ ടീച്ചറിന്റെ പ്രായത്തിനെ കുറിച്ച് ഓർത്ത് ആരും വിഷമോ സന്തോഷമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ റിസർച്ചിനൊന്നും പോകണ്ട. നമുക്ക് ഓരോരുത്തരുടെയും പ്രായം എങ്ങനെയാണ് കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് അൺമ്യൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേന് എനിക്കൊരു ഇന്ററാക്ഷൻസ് ചെയ്താൽ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് റിവേഴ്സ് ഏജിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. റിവേഴ്സ് ഏജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വരെയുണ്ട്. റിവേഴ്സ് ഏജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരും ഒന്നും ഇല്ല. അതായത് നമ്മുടെ പ്രായം പിന്നോട്ട് എടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ 50 വയസ്സുണ്ടെങ്കിൽ ഒരു 30-കാരിയുടെ ലുക്കാണ് വരുന്നതെങ്കിൽ കൊള്ളാവോ? അതാ സംഭവം. അതാണ് റിവേഴ്സ് ഏജ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആകെപ്പാട് 3 കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് നമ്മൾ കൃത്യമായിട്ട് ആഹാര കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആഹാരത്തിനകത്ത് നമ്മൾ കഴിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞത്. ഇപ്പൊ പുഞ്ചിരിക്കുന്ന ചിത്ര ചേച്ചിനെ നമുക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. അതായത് ആഹാരത്തിനകത്ത് നമുക്ക് നട്ട്സ് പോലെയുള്ള, അതായത് വാൾനട്ട് അങ്ങനെയുള്ള ഐറ്റംസ്, നട്ട്സ് ചേർന്നുള്ള സാധനങ്ങൾ നമ്മൾ ആഹാരത്തിനോട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ബെറീസ് ഉൾപ്പെടുന്ന ഫുഡ് ഐറ്റംസ്. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ മമ്മൂട്ടി, മോഹൻലാൽ അവരുടെയൊക്കെ പ്രായം, അതായത് നമ്മുടെ ചെറുപ്പത്തിൽ തൊട്ടേ കാണുന്ന അതേ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ് നമ്മുടെ ഇപ്പോഴും സിനിമാ നടനായിട്ടുള്ള മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ എങ്കില് അവരുടെ അതിന്റെ പിന്നിലുള്ള രഹസ്യവും ഇത് തന്നെയാണ് കേട്ടോ. അതായത് ആഹാര രീതിയിൽ നല്ലൊരു ക്രമം പാലിക്കുകയും അതുപോലെ തന്നെ മുളപ്പിച്ച പയർ അങ്ങനെയുള്ള ചീര തുടങ്ങിയിട്ടുള്ള പച്ചിലക്കറികളൊക്കെ ഭക്ഷണത്തിനൊക്കെ ഉൾപ്പെടുത്തുകയും എല്ലാ ഐറ്റത്തിന്റെ കൂടെയും ഉൾപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് തൈര് നമ്മൾ എന്നും ആഹാരത്തിന്റെ ഒരു ഐറ്റമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിവേഴ്സ് ഏജിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് നല്ലൊരു എക്സസൈസ്, മെഡിറ്റേഷൻ. യോഗയോ അല്ലെങ്കിൽ ജിമ്മോ ഒക്കെ നമുക്ക്
നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പലർക്ക് നമ്മുടെ മനസ്സെന്ന് പറയുന്ന കാര്യം, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ പിന്നോക്കാവസ്ഥയിലടിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മടിയനായിട്ട് ഇരുത്താനായിട്ട് എപ്പോഴും ബ്രെയിൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും നമ്മളൊരു സേഫ് സോണിലാണ്. നമ്മൾ ഇന്നൊന്ന് യോഗ ചെയ്യണം എന്നൊക്കെ കരുതിക്കൊണ്ടൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു ജിമ്മിൽ പോകണമെന്ന് കരുതിക്കൊണ്ട് ഇന്ന് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് നാളെ തൊട്ട് ആരംഭിക്കാമെന്ന്. നമുക്കറിയാം എല്ലാ വർഷത്തിന്റെ തുടക്കത്തിൽ ജാനുവരി 1-ാം തീയതി ജിം 1-ാം തീയതി നമ്മൾ ഒരു ജേർണൽ എഴുതാൻ തുടങ്ങും, അല്ലെങ്കിൽ ഡയറി എഴുതാൻ തുടങ്ങും. 1, 2, 3 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും യോഗ സെന്ററിലും എക്സസൈസ് ചെയ്യുന്ന ജിമ്മിലും ഒക്കെ ഭയങ്കര തിരക്കാകും 1-ാം തീയതി ആകും. ഞാൻ ഇന്ന് മുതൽ എല്ലാം ചെയ്യാനിരിക്കുക. ചിലര് മദ്യപാനം നിർത്താനായിട്ട് ഒരു കാലഘട്ടം എന്ന് പറയുന്ന 1-ാം തീയതി എന്നൊക്കെ കരുതുന്ന പോലെ അങ്ങനെ ഒരു സംഭവമല്ല. അതൊക്കെ എപ്പോഴും നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ എപ്പോഴും സുരക്ഷിതമായി സേഫ് സോണിൽ ഇരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആ സേഫ് സോൺ നമ്മളൊന്ന് പൊട്ടിച്ചെറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ റിവേഴ്സ് ഏജിങ്ങിന്റെ സ്റ്റാർട്ടിങ് ആകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ എക്സസൈസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് റിവേഴ്സ് ഏജിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്, ഞാനിപ്പോൾ മറ്റൊരു പ്രസന്റേഷനാണ് തരാൻ പോകുന്നത്. നമ്മുടെ ഇഷ്ടമുള്ള കാര്യം, ഞാൻ എന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പിള്ളേര് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത്. എൻ്റെ വിഷയമെല്ലാം തന്നെ പിള്ളേരെ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യും. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ആരെയാണെന്ന് അറിയാവോ? കാണാവോ നിങ്ങൾക്ക്? എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? പ്രായമായ അല്ലെ ആൾക്കാര് തിരുവാതിരയോ നൃത്തം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ പ്രായമായവരൊക്കെ ഡാൻസ് കളിക്കുന്ന പുതുമയായിട്ട് തോന്നാറില്ല. ഇത് 75 വയസ്സായപ്പോൾ SSLC പാസ്സാകുകയും 85 വയസ്സായപ്പോഴത്തേക്കിന് LLB പാസ്സായ അഡ്വക്കേറ്റ് ആയ കഥകളൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്തൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തില് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ വളർത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് പറയുന്നത് എന്താണെന്നറിയാമോ? Anyone who stops his learning is old, whether at 20 or 80. അതായത് വളർത്തുന്ന പഠനം അഥവാ ലേണിംഗ് നിർത്തിയവരൊക്കെ വയസ്സന്മാരാണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ പഠന ക്ലാസ്സിലൂടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ ഇപ്പോഴും ചെറുപ്പക്കാരായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അതൊന്ന് ഇനിയിപ്പോ എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം, എനിക്ക് എത്ര പ്രായമുണ്ട്, എനിക്ക് പ്രായമാകാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പഠന ക്ലാസ് തന്നെയാണ്. ഇവരുടെ പ്രായം 20 80 ആയിക്കോട്ടെ, പഠന പ്രക്രിയ തുടരുമ്പോൾ നിതാന്ത യൗവനമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിന്റെ യുവത്വം നിലനിർത്തുക എന്നതാണ് ഹെൻറി ഫോർഡ് പറയുന്നത്. അതായത് പഠിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പ്രായം കുറയാൻ ഇതൊരു ഘടകമാണ് എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വന്നത്, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങള് നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് കൃതികളിലൂടെയൊക്കെ നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മൾ സദാചാരം എന്ന കൃതിയിലൂടെ സദാചാരം എന്ന കൃതിയിലൂടെയല്ല, ആത്മോപദേശ ശതകത്തിലൂടെ നമ്മളെ പറഞ്ഞു തന്നിരിക്കുന്ന എങ്ങനെയാ? കിളികളെ അഞ്ചും അരിഞ്ഞു, എങ്ങനെയാ പറയുന്നത്? ഒന്ന് ബാക്കി പറയാമോ? കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിയിടണം, കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിയിടണം. അങ്ങനെ എല്ലാരും ഉണ്ടോന്നൊക്കെ അറിയണ്ടേ, അതിനു വേണ്ടിട്ടാട്ടോ. എല്ലാരും ഒക്കെ ഉണ്ട് അല്ലേ. ആ കിളികളെ 5 ഏതൊക്കെയാ? പഞ്ചേന്ദ്രിയങ്ങള്. പഞ്ചേന്ദ്രിയങ്ങളല്ലേ? ആ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഇവിടെ കണ്ണുകൾ എന്ന് പറയുന്നത്. റിച്ചാർഡ് ബാഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അവ കാട്ടിത്തരുന്നത് പരിമിതികളാണ് എന്നാണ്. അതിനാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നേക്കുന്നത് എന്താണ്? ആ കിളികളെ 5, അതായത് ശരിക്കും
ഈ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? കണ്ണൊന്ന് അടച്ചു വെച്ച്, അതിനാണ് ഞാൻ തുടങ്ങി വെച്ചത് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. കണ്ണൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? എന്താണ് സാധ്യമാകുന്നത്? അതായത് നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ സത്വബോധത്തിനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകുന്നുണ്ട് എന്നുള്ളത്. നമ്മളെപ്പോഴും പരാതികളുടെ കൂമ്പാരങ്ങളാണ് കൊടുക്കാറുള്ളത് അല്ലേ? പെട്ടെന്ന് എനിക്ക് എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ മാത്യു കണമല്ല സാറിനെയാണ് എൻ്റെ ഓർമ്മ വരുന്നത്. അതായത് സാർ എപ്പോഴും പറയുന്ന ഇതാണ് നമുക്കൊരു സ്ഥലത്ത് വേദന ഉണ്ടായിട്ടുണ്ട്, വലതേ കാലിലും വേദന ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കും, ഇടത്തെ കാലിന്റെ മുട്ടിന് ഭയങ്കര നീരാണെന്ന് പറയുമ്പോൾ അമ്പലത്തിൽ വെച്ചാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, വലത്തെ കാലിന് മാത്രമേ ഉള്ളൂ വേദന, ഇടത്തെ കാലിനോ മറ്റു ശരീരത്തിന്റെ ഒരു ഭാഗത്തിനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? എന്താണ്? വൈ ഡസ് ദിസ് ഓൾവേസ് ബി ഹാപ്പൻ ടു മീ? അതായത് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ? എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, എന്റെ കാല് മാത്രം എന്താ ഇങ്ങനെ വേദന എടുക്കുന്നത്? പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരു നമുക്ക് കണ്ണുകൾ 5 ഉള്ളടക്കാൻ പറയുന്നത് ഈ പ്രകൃതിയിൽ തരുന്ന എല്ലാ സത്വബോധത്തിനെയും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹ വചസ്സുകളെ എന്തൊക്കെയാണ്? നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ശ്വാസത്തെ ശരിക്ക് തിരിച്ചുവിടാൻ സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവമയമായ ശരീരത്തിനെ ശമമയമായി മാറുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ തന്നെ, അത് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ അതിനൊരു മുന്നൊരുക്കം ഭഗവാൻ നമുക്ക് പ്രകൃതിയിൽ കാട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് കാട്ടിത്തരുന്നത് എന്താണ്? ഇത് ചെടികളെ ഉണ്ടാക്കി അതിനെ വിത്തുണ്ടായി, വിത്ത് ഭൂമിയിലേക്ക് വീണ് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും പദാർത്ഥങ്ങളും കൊടുത്ത് അതിനെ വളർത്തിയെടുത്തു. അത് ഇലയുണ്ടായി, ഇല കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിങ്ങിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ ഓക്സിജൻ ധാരാളമായിട്ട് അന്തരീക്ഷത്തിലുണ്ടായി. അത്രയും പ്രക്രിയ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ഒന്ന് വലിച്ചു കയറ്റുന്ന ഒരു പണി മാത്രമേ നമുക്കുള്ളൂ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? വൈ ഡസ് ദിസ് ഓൾവേസ് ബി ഹാപ്പൻ മീ? എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ നമ്മളിലേക്കല്ല നോക്കുന്നത്, നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ റിച്ചാർഡ് ബാഗിന്റെ ഈ റൈറ്റപ്പ് തന്നെ എടുത്ത് നിങ്ങളെ കാട്ടി തന്നത്. നമ്മുടെ കണ്ണുകളെ നമ്മൾ കാണുന്നത് എല്ലാം സത്യമാണെന്ന് വിചാരിക്കാതിരിക്കുക. ഭഗവാൻ പല പല കൃതികളിലൂടെയും നമ്മളെ കാട്ടി തന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചഭൂതങ്ങളുടെ പ്രപ്പോർഷനകത്തുണ്ടാകുന്ന വേരിയേഷനാണ് ഇവിടെയുള്ള സുധ ടീച്ചറിനെയും വിജയൻ സാറും സതീശൻ സാറും മഞ്ജു ഒക്കെ ഇതിനകത്ത് ഇരിക്കുന്നത് ഞാൻ വേറിട്ട് പേരുകളിലൂടെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ശരീരത്തിനകത്തുള്ള 5 ഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ പ്രപ്പോർഷനകത്തുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് മാത്രമാണ്. അതിനകത്തു നിന്നുള്ള 5 ഭൂതങ്ങൾ ഒരു പോർഷനാണ് എൻ്റെ ശരീരത്തും ജയ എന്ന പേരിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രപ്പോർഷൻ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് കോടാനുകോടി ജീവജാലങ്ങളും നമ്മുടെ പ്രകൃതിയിലേക്ക് നമുക്കായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് മഹാഗുരുവിന്റെ അല്ലെങ്കിൽ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്ന ആ നിത്യചൈതന്യത്തിന്റെ മറ്റൊരു വ്യൂസ് ആണ്. അതുകൊണ്ടാണ് ആ കാഴ്ചകളെ കാണണമെന്നുണ്ടെങ്കിൽ മഹാഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമ്മെ കാട്ടി തന്നിരിക്കുന്നത് എന്താണ്? ആത്മോപദേശ ശതകത്തിലെ 1ാമത്തെ മന്ത്രം മാത്രം നമ്മൾ എടുത്ത് വിചിന്തനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ആ കിളികളെ 5 ഉള്ളടക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസൈറ്റ് പുറത്തേക്ക് വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ
അതായത് ഇവിടെ ഹെലൻ കെല്ലറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഹെലൻ കെല്ലറിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി, അത് സാരമില്ല. ഹെലൻ കെല്ലറിന്റെ 1.5 വയസ്സായപ്പോൾ കണ്ണിന്റെ കാഴ്ച അന്ധതയൊക്കെ ഉണ്ടായ ഒരു വനിതയാണ്. ആ ഹെലൻ കെല്ലർ എല്ലായ്പ്പോഴും സന്തോഷമായിട്ട് ആണ് ഇരിക്കുന്നത്. ഇങ്ങനെ എല്ലാം നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് അതില്ലേ ഇതില്ലേ മറ്റതില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇല്ലാഴികൾ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. ഈ ഹെലൻ കെല്ലറിന്റെ കഥയും സീറോനെ നടായി ഒരു നന്നസ് എന്നെ കൂടെ പറയാനുണ്ടായിരുന്നു. അത് പോട്ടെ, സാരമില്ല, കൊള്ളതിനെ പറയാം അല്ലെ. അപ്പൊ ഹെലൻ കെല്ലർ സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. മിക്കപ്പോഴും നാം അടഞ്ഞ വാതിൽ നോക്കി നിന്ന് പോകുന്നത് കൊണ്ടാണ് നമുക്കായി തുറന്ന പുതിയ വാതിൽ നാം കാണാതെ പോകുന്നതെന്ന് ഹെലൻ കെല്ലർ പറയും. പുതിയ വാതിലുകൾ, അതായത് ഒരു വാതിൽ നമ്മൾ അടയുമ്പോൾ, അതായത് എല്ലാ മതസംഹിതകളും നമ്മളെ പഠിപ്പിച്ചു വരുന്ന എല്ലാ മതസംഹിതകളും നമ്മൾ, അതായത് മതത്തിനകത്തെ അന്തസത്ത എന്ന് പറയുന്നത് മനുഷ്യൻ നന്നാകാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സങ്കടവും എനിക്കായിട്ട് വെച്ച് തന്നിട്ടുള്ളത് തന്നെയാണ്, ഇത് നമുക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതും നമ്മൾ അതിജീവിക്കാനുള്ളതാണ് എന്നത് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ശക്തിമത്താക്കാനായിട്ട് മഹാഗുരു നമുക്ക് കാട്ടി തന്നതാണ് എന്നത് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കുഴപ്പമുണ്ടോന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. അതായത് ഞാൻ പറയാമല്ലോ, കാളിയന്റെ പുറത്ത് കയറി ആരാണ് നൃത്തം ചവിട്ടിയത്? ആരാ നൃത്തം ചവിട്ടി? ഒന്ന് പറഞ്ഞേ. ശ്രീകൃഷ്ണ ഭഗവാനാണല്ലേ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയന്റെ പുറത്ത് നൃത്തം ചവിട്ടുന്നതിന്റെ പിന്നില് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. എല്ലാ പുരാണ കഥകളും എല്ലാം നമ്മുടെ ജീവിതത്തില് കോപ്പി ചെയ്ത് അതിനകത്ത് നമുക്ക് കുറെ ഗുണപാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ കുറെ കഥകൾ കേട്ടോണ്ടിരിക്കാൻ, കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ആ കൊള്ളാവുന്ന കഥകളെ മാത്രം നമ്മൾ എടുക്കുന്നതിന് പകരം നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് അതിനകത്ത് അന്തസത്ത നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തി വെച്ച് കഴിഞ്ഞാൽ ജീവിതം വിജയകരമായി തന്നെ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതായത് കാളിയൻ എന്ന് പറയുന്ന ആ വലിയ കൊടും വിഷമുള്ള പാമ്പിനെ അടിച്ചമർത്തി അതിന്റെ പുറത്ത് കയറി ശ്രീകൃഷ്ണ ഭഗവാൻ ആനന്ദ നൃത്തം ചവിട്ടുന്ന, നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് അങ്ങനെ ഒരു നൃത്തത്തിന്റെ ചിത്രം വന്നോ? അങ്ങനെ ചിത്രം, ഇതൊരു ഫിസിക്കൽ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരിക്കലും പോവാതിരിക്കാൻ വേണ്ടിയാട്ടെ ഞാൻ ഇങ്ങനെ ഒരു പ്രസന്റേഷന് വേണ്ടി ഉദ്യമത്തിന് പോലും തുടങ്ങി വെച്ചത്. നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു സംഭവം വന്നോ? അല്ലേ, ഒന്നില്ലേ? കാളിയൻ മർദ്ദനം ചെയ്യുന്നത് എന്താണ് അതിന്റെ പിന്നിലത്തെ കാര്യം എന്നറിയാവോ? അതായത് നമ്മുടെ മുന്നിൽ എത്രയൊക്കെ വലിയ തടസ്സങ്ങളെ വന്നാലും ആ തടസ്സങ്ങളെ നമ്മൾ കൂടുതൽ ബലമുള്ളവരാക്കി മാറ്റപ്പെടുകയും അതിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുകയും ആ ഊർജം ഉണ്ടാവുകയും ആ ഊർജം നമ്മളുടെ പാരമ്യതയിൽ എത്തുകയും ചെയ്യുകയാണ്. അതിന് ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞാല്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പട്ടി നമ്മളെ കടിക്കാനിട്ട് ഓടിച്ചെന്നാൽ അയ്യോ എന്റെ കാലിന് വേദനയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഇരിക്കാറല്ലോ. പരമാവധി എനർജി എടുത്തിട്ട് നമ്മൾ ഓടുക തന്നെയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? നേരം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ അന്തസത്ത നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് വെറും നുണയായിട്ട് മാറ്റാം. അതായത് നമ്മൾ അതിനെ തിരിച്ചറിയാതെ നുണയെന്ന് പറയുന്നതല്ല, തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് അതിന്റെ സത്യം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് തെളിവായിട്ട് കിട്ടേണ്ടേ? അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു പ്രസന്റേഷനുമായിട്ട് വരുന്നു. അതായത് നമുക്കിതിനെ ഒന്ന് ഓവർകം ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും നേരം നമ്മുടെ മുന്നിലേക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പ്രസന്റേഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക്
കൊണ്ടുവരുന്നത്. സന്തോഷത്തോടെ, അതായത് ശരിക്കും നമ്മൾ ഇവിടെ എനിക്ക് തന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വാർദ്ധക്യകാലം മനോഹരമാക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. വാർദ്ധക്യകാലം മനോഹരമാക്കണ്ട, ഗുരുദേവ തൃപ്പാദങ്ങൾ ദൈവദശകം എന്ന മന്ത്രത്തിലൂടെ നമുക്ക് കാട്ടി തന്നിരിക്കുന്നത് എന്താണ്? നീ സത്യം, ജ്ഞാനം, ആനന്ദം. ആ ഒരു വേർഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. നീ തന്നെ വർത്തമാനവും എന്ന ആ മന്ത്രത്തിൽ നമ്മൾ എടുത്തു കഴിയുമ്പം നമുക്ക് എന്താണ്? നീ തന്നെ വർത്തമാനവും. ആ ഒരു വേർഡ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താ നമുക്ക് അന്തസത്തയായിട്ട് കിട്ടുന്നത്? എന്താ നമുക്ക് കിട്ടുന്നത്? നീ സത്യം, ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും. അതായത് ഭൂതം നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ല, ഭാവിയും നമ്മുടെ കയ്യിലില്ല, അല്ലെ? നമ്മള് കറന്റ് ലൈഫില് ജീവിക്കാൻ മഹാഗുരു, അതായത് കൗൺസിലിംഗ് വിദഗ്ധനായ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയ മഹാഗുരു നമ്മുടെ മുന്നിലേക്ക് കാട്ടിത്തരും. ഗുരു എന്തല്ല എന്ന് ചോദിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് പഠിതാക്കളായതുകൊണ്ട് നമുക്കറിയാം ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ആരല്ല എന്ന് പറയുന്നതാവാം. ഇത് എന്തിലും ചേർത്ത് വെക്കാം മഹാഗുരുവിന്റെ ഓരോ കർമ്മസഞ്ചയനങ്ങൾ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ്? അങ്ങനെ ഇരിക്കവേ നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും. അതായത് വർത്തമാനത്തെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. കൃതിയെ കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം. സന്തോഷത്തോടെ പ്രായമകലും ഐശ്വര്യത്തോടെ ഐശ്വര്യവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഐശ്വര്യം അതായത് എപ്പോഴും നമ്മൾ എവിടെയും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം അതിനകത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും നെഗറ്റീവ് തോട്ടുകൾ നമ്മളെ വ്യവഹരിക്കാറുണ്ട്, അല്ലെ? നമ്മളെ ഇങ്ങനെ നമ്മുടെ ശരീരം വന്നാൽ അത് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്തല്ലോ, അത് അങ്ങനെ പറയുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഇതിനേക്കാളും വലിയൊരു പവർ നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നതിനകത്തൂടെ നമ്മൾ സന്തോഷത്തിനെ നന്മയെ കാണുക. അതുപോലെ തന്നെ ഐശ്വര്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു ആത്മീയതയുടെ ഭാഗമാണ്. അതായത് നമ്മുടെ ഗൃഹ ഐശ്വര്യ പൂജ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്, ഗൃഹ ഐശ്വര്യ പൂജ. ആ ഐശ്വര്യം എന്ന് പറയാൻ ആത്മീയതയുടെ ഭാഗമായിട്ട് ചേർത്ത് വെക്കാനായിട്ടുള്ളതാണ്. പിന്നെ ജീവിതകാലത്ത് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് അയ്യോ എനിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഇത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ജീവിതകാലത്ത് പൂർത്തീകരിക്കാൻ സാധിച്ച ദൗത്യങ്ങളെ പറ്റി അവബോധം മനസ്സിൽ വളർത്തുക. അതായത് ചെയ്യാൻ സാധിക്കാവുന്നതിനെ കുറിച്ച് ഓർത്തല്ല നമ്മൾ ഈ കറന്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് സന്തോഷം എനിക്ക് ഇത്രയൊക്കെ സാധ്യമായില്ലേ, അതായത് എൻ്റെ ഒരു ദൗത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഇങ്ങനെ സന്തോഷത്തിന്റെ ആറാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഒരു വ്യത്യസ്തമായ ഒരു പ്രസന്റേഷനൊക്കെ നൽകിക്കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എൻ്റെ ഒരു പരീക്ഷണമാണ് ഈ നമ്മുടെ ഗുരുവാര പാഠശാലയിലൂടെ ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു അവബോധം എനിക്ക് ബോധപൂർവമായി ഞാൻ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് സന്തോഷിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് സന്തോഷകരമായ നിമിഷം ആ രംഗം വീണ്ടും വീണ്ടും നമ്മൾ ഓർത്തോർത്ത് അതിനെക്കുറിച്ച് ജീവിക്കുക. പിന്നെ നമുക്ക് അതിനകത്തുണ്ടാകുന്ന സന്തോഷങ്ങളില്ല, ചിലരുണ്ട് ചിരിക്കത്തില്ല, ചിരിക്കാനൊരു ഭയങ്കര പാടാണ്. അതായത് ചിരി എന്ന് പറയുന്നത് നമ്മുടെ സ്മൈൽ എന്ന് പറയുന്നത് നമ്മുടെ സ്മൈൽ കർവ് നമ്മുടെ ചുണ്ടുകളിലൊക്കെ ഉണ്ടാവണം. പുഞ്ചിരിക്കാനായിട്ട് ആരും വിഷമിക്കേണ്ട. നമുക്ക് ഹാപ്പി ഹോർമോണുകളെ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ റിവേഴ്സ് ഏജിങ്ങിന് മറ്റൊരു തിങ്കിങ് കേട്ടോ, എല്ലാവരും ചിരിച്ചോണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. റിവേഴ്സ് ഏജ് അറിയാതിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആ 5 പൈസയുടെ മുടക്കില്ലാത്ത ഒരു കാര്യമാണ് ചിരിച്ചുകൊണ്ടേ സർവ്വസമയം ഇരിക്കുക. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. പിന്നെ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് എന്താണ് റിവേഴ്സ് ഏജും തോന്നത്തില്ല കേട്ടോ. ഇനി ബോധപൂർവമായിട്ട് ഇത് നല്ലൊരു കാര്യങ്ങൾ എപ്പോഴും ബോധപൂർവമായിട്ട് ഓർമ്മിച്ചെടുക്കണം. പിന്നെ നമ്മൾ വികാരം പ്രകടിപ്പിക്കുക. ഇത് സന്തോഷമാണെങ്കിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ചോ. സങ്കടമാണ് വരുന്നെങ്കിൽ ആ സങ്കടം നമ്മളെപ്പോഴും പറയും, നമ്മുടെ മലയാളികളുടെ കുറെ ചിന്തകൾ ഉണ്ടായിരുന്നു. അതായത് സങ്കടം പങ്കുവെച്ചാൽ സങ്കടം കുറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഇരിക്കാൻ, എൻ്റെ കൊച്ചുമക്കളുടെ ഇരിക്കാൻ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്
നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു പ്രാവശ്യം പഠിക്കാതെ വന്ന് നമ്മളെ സ്ഥിരം എംബോസിഷൻ ചെയ്ത ടീമായിരുന്നു കേട്ടോ ഞാനും. അങ്ങനെ എംബോസിഷൻ ഇന്ന് പഠിക്കാതെ വന്ന 5 പ്രാവശ്യം എഴുതിക്കൊണ്ട് പോവാ. പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കിന് 5 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരാനായിട്ട് മടിയായി കഴിയുമ്പോഴത്തേക്കും ടീച്ചർ 10 പ്രാവശ്യം തരും. 100 പ്രാവശ്യം 1000 പ്രാവശ്യമൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പൊ പിള്ളേരൊക്കെ ഓടിക്കും. പണ്ടത്തെ കാലത്ത് എംബോസിഷൻ എഴുതിയ പഠിച്ചോളൂ എന്ന് പറയും. എന്നാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് സങ്കടകരമായ ഏതൊരു കാര്യങ്ങള് നമ്മൾ വേറൊരാളോട് പങ്കുവെച്ചു, വേറൊരാൾ അങ്ങനെ പങ്കുവെക്കുമ്പോൾ സങ്കടം കുറയുമെന്ന് പറയുമ്പോൾ ആ പങ്കുവെക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മുറിവിനെ കൂടുതൽ ഭ്രമം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ഹീലിംഗ് ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവമായിട്ട് ആ രംഗത്തിനെ മറന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ ആരോടെങ്കിലും പങ്കുവെക്കണ്ടേ? ഭഗവാൻ ശ്രീനാരായണ ഗുരു നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ പിന്നെ ആ ഭഗവാൻ എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് അതിനേക്കാളും വലിയ കാര്യങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയാണെന്ന് കരുതിയിട്ട് നമ്മൾ ആശ്വസിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ പമ്പ കിടക്കും കേട്ടോ. അങ്ങനെ പല കാര്യങ്ങളും മറക്കുക ബോധപൂർവമായിട്ട്. പിന്നെ നമുക്ക് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാൻ ഏറെയുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങളുടെ കാര്യമായിട്ട് വീടിനകത്ത് ഒരുപാട് പുരുഷന്മാർ കയറിയിട്ടുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ കറി വെച്ചതിൻ്റെ ഒരു കഥയായിരിക്കാം പറയാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടായിരിക്കും, നല്ലൊരു ഓർണമെന്റ് വാങ്ങിച്ചതിൻ്റെ കഥയായിരിക്കാം, അല്ലെങ്കിൽ ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടതിനും മറ്റൊരാൾ പറഞ്ഞതിൻ്റെ കഥകളും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് അന്തർദേശീയ കാര്യങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ കാണാന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇന്നലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നും അന്തർദേശീയ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് എക്സ്പോർട്ടിങ്ങിന് എത്രമാത്രം റേറ്റ് ആയിട്ടുണ്ടെന്നതിനെ കുറിച്ചും, അതല്ല നിങ്ങളുടെ ട്രേഡിങ്ങിനുണ്ടായ വേരിയേഷൻ എത്രമാത്രം ഉണ്ടതിനെ കുറിച്ചും അവർ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്കാലോ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയാറുണ്ട്, ഇനിയിപ്പോ പഠിക്കാൻ പോവാണ്, ഈ വയസ്സാം കാലത്ത് എന്നെ കുഴിയിലോട്ട് കാലും നീട്ടി ഇരിക്കുമ്പോഴാണ് പഠിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പലരും 80 വയസ്സുള്ള ആള് വരെ നമ്മുടെ പഠന കേന്ദ്രത്തിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ കേട്ടിട്ടുള്ളൊരു കഥകളായിരിക്കാം ഇത്. ഈ പ്രായമായപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്, ഇവിടെ അങ്ങനെ കുത്തിയിരിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം കൂടിയാണ് ഞാനിപ്പോൾ എക്കാലം ജീവിച്ചിരിക്കുമെന്നുള്ള വട്ടിലാണ് നമ്മൾ പഠിക്കേണ്ടത്. നാളെ മരിച്ചേക്കാം എന്ന വട്ടിൽ നമ്മൾ ജീവിക്കുകയും കൂടെ ചെയ്യും. 2 റിവേഴ്സ് ആക്ഷൻ ആണ് നിങ്ങൾക്ക് തോന്നുന്നത്. എക്കാലവും ജീവിച്ചിരിക്കുമെന്ന വട്ടിൽ പഠിക്കുക. അതായത് എന്തിനായി പഠിക്കുക? നമ്മൾ അടുത്ത് തന്നെ നമ്മൾ ഇത്രയും വയസ്സായില്ല, ഇനി എന്നെ പഠിക്കാനാണെന്ന് തോന്നുന്നതിന് പകരം നമ്മൾ ഇനിയും ജീവിക്കാൻ നമുക്ക് ഒരുപാട് വർഷങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ എന്നൊരു തോന്നലുണ്ടാവുകയും, എന്നാലും നമ്മൾ ഒരുപാട് സന്തോഷങ്ങൾക്ക് മാറ്റിവെക്കലുണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ മരിച്ചു പോയാൽ ഇതൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ ജീവിക്കുക. പിന്നെ മഹാഗുരു തന്നിരിക്കുന്ന അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണമെന്ന മഹാഗുരുവിന്റെ മന്ത്രത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് പറ്റും. ഇനി നമ്മുടെ മുന്നിലേക്ക് കുറെ മിത്തുകൾ വന്നിട്ടുണ്ട്. അതായത് കുറെ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളാണ് കേട്ടോ. ആ മിത്തുകളെ നമുക്കൊന്ന് തകർത്തേ മതിയാവുള്ളൂ. എന്താണ്? വാർദ്ധക്യം ഒരു മുടിഞ്ഞ കൂത്താണ്. ഇത് ഇരുന്ന് കിടന്ന് അനുഭവിക്കാൻ നിവൃത്തിയുള്ളൂ. അതായത് പ്രായമായ ആൾക്കാര് ഒരു ടൂറ് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ, അതായത് ഭാര്യയും ഭർത്താവും മക്കളും ഉൾപ്പെടുന്ന ഒരു സംഘത്തിനോടൊപ്പം തന്നെ വീട്ടിൽ അമ്മയോ അച്ഛനോ അമ്മായിമ്മയോ അമ്മായിപ്പനോ എന്ന് പറയുന്ന അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവര് തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾ ഇവിടെ എങ്ങാനും ഇരിക്കൂ, നിങ്ങൾ ആ മൂലയിൽ ഇരിക്കും, അവിടെ തന്നെ വലിയ പുസ്തകം എടുത്ത് വെച്ച് ജപിച്ചുകൊണ്ടിരിക്കാൻ പറയുന്ന ഒരു കുടുംബ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ അവര് അത് ഈ ടേമിൽ നിന്ന് വാർദ്ധക്യം ഒരു മുടിഞ്ഞ കൂത്താണ്, ഇരുന്നും കിടന്ന് അനുഭവിക്കുകയെ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ടേമിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. പിന്നെ ചിലരുണ്ട് വെല്ലുമിച്ചൊക്കെ ഇതെങ്കിലും മുറിയിൽ കയറുന്ന
ജപിച്ചുകൊണ്ടിരിക്കുക, തന്നെത്താനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുതിർന്നവര് അവരവിടെ ഒറ്റയ്ക്കെങ്ങാനും അവർ ജീവിച്ച് അവരിരുന്നോളൂ, അവരവിടെ എന്തെങ്കിലുമൊക്കെ പുറപ്പെടുത്തോട്ടെ, നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് അതല്ല വേണ്ടത്. അവരോടൊപ്പം കൂടെ ഇരുന്ന് ആ കൊച്ചുമക്കളുടെ എനിക്ക് കുറെ മക്കളുണ്ട് കേട്ടോ, ആ കുഞ്ഞു മക്കളുടെ അരികെ ചെന്ന് പറഞ്ഞ മുത്തശ്ശനെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങൾ എന്ന് പറയുന്നത് അവരുടെ അടുത്ത് പോയിരുന്ന് കിന്നാരം പറഞ്ഞാൽ മതി. മുത്തശ്ശിന്റെയും ആ ചുക്കി ചുളിഞ്ഞിരിക്കുന്ന കൈകളിലൂടെ നിങ്ങൾ പതുക്കെ ഒന്ന് തടവുക, അവരുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയും ഒരു പക്ഷെ ആ മുറിയില് കുഴമ്പിന്റെയോ എണ്ണയുടെയോ ഒക്കെ ദുർഗന്ധം നമുക്ക് വമിക്കുന്നുണ്ടാവാം. എന്നാലും സാരമൊന്നുമില്ല, നമുക്ക് വേണ്ടി ഒരായുസ് മുഴുവൻ ജോലി ചെയ്തതും നമുക്ക് വേണ്ടി ജീവിച്ചതും നമ്മളെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള മുത്തശ്ശിയോളം നമ്മുടെ അമ്മയും അച്ഛനും ചെയ്യുന്നുണ്ടെങ്കിലും മുത്തശ്ശിയോളം വാത്സല്യവും സ്നേഹവും അമ്മയും അച്ഛനും അത്ര കണ്ട് നമുക്ക് തരുന്നില്ല. അതുകൊണ്ട് അത് ഏകാന്തത അനിവാര്യമാണെന്നുള്ള മിത്ത് നമ്മൾ പൊളിച്ചെറിഞ്ഞേ പറ്റുകയുള്ളൂ. എന്റെ കാലം കഴിഞ്ഞു, ഇനി എന്നെ എന്തിനു കൊള്ളാം. അതായത് മുത്തശ്ശി പ്രായമായവരെ ചിന്തിക്കുന്ന ഒരു കാര്യമായത്. അതായത് ഇല്ല, നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് റീടയറാണ്. ശരിക്കും റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ടയറിങ്ങിന് എന്താ ചെയ്യുന്നത്? നമ്മള് ടയറില് പഞ്ചറൊക്കെ ഒട്ടിച്ച് പിന്നെ അതിന്റെ മേളിൽ ഒരു പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവൻ പുത്തനായിട്ട് മാറൂല്ലേ. അങ്ങനെ റീടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നല്ലതായിട്ട് മാറുന്നേ. അതുകൊണ്ട് എന്റെ കാലം കഴിഞ്ഞു എന്നുള്ള ചിന്തയൊക്കെ എടുത്ത് പൊളിച്ചു മാറ്റുക. ഇനി ഈ വയസ്സാം കാലത്ത് ഞാൻ എന്നാ പഠിക്കാനാ എന്ന് കരുതി ആരെങ്കിലും വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പഠന ക്ലാസ്സിലല്ലാത്ത ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ പ്രായമായവര് വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കാൻ ഈ വാക്കുകൾ ഉപയോഗിക്കെങ്കിൽ, അതായത് നമ്മൾ ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടതാണ്, അല്ലാതെ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണം. കുഴിയിലോട്ട് കാലം നീട്ടാനാകുമ്പോൾ ഭഗവാൻ അങ്ങ് വിളിച്ചോളൂന്നേ. ശ്വാസം എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടാതിരിക്കുമ്പോഴാണ് ശിവമയമായ ശരീരത്തിനെ ശവമയമാകുന്നത്. അതൊക്കെ ഭഗവാൻ തന്നെ തീരുമാനിച്ചോളും. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ചെയ്തതൊക്കെ ചെയ്തു, ഇനി പുതുതായിട്ട് ഞാനൊന്നും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ചിന്താധാരകളാണ് നമ്മളെ ആക്റ്റീവ് അല്ലാതാക്കി മാറ്റുന്നത്, ക്രിയേറ്റീവ് അല്ലാതാക്കി മാറ്റുന്നത്. വെറുതെ ഇരിക്കാൻ നമുക്ക് സമയമില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, കിട്ടുന്ന നിമിഷങ്ങളെല്ലാം തന്നെ നമുക്കുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ഒരു നിമിഷം ഇതുപോലെ ഒന്ന് സംസാരിക്കുവാനായിട്ട് ജയയ്ക്ക് ഇവിടെ സാധ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഹാഗുരു തന്ന അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുക. അതുകൊണ്ട് ആ സമയത്തിനെ ഞാൻ വളരെ വലുതായിട്ട് കാണും. മഹാഗുരു നമുക്ക് ഗുരു ഒരിക്കലും ഒരു ശിഷ്യൻ അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു അവസരമുണ്ട്. അന്നേരം ഗുരു പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇനി അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താണ്? പറഞ്ഞ കാര്യം പറഞ്ഞതോടുകൂടി അത് തീർന്നു, ഇനി പുതിയതായിട്ട് പറയാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കറണ്ടിൽ നമ്മൾ ജീവിക്കുക, വർത്തമാനത്തിൽ നമ്മൾ ജീവിക്കുക. പ്രായം മുന്നോട്ടായപ്പോൾ എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ആഭിമുഖ്യമില്ല, എല്ലാത്തിനോടും എനിക്ക് ഭയങ്കര വിരക്തിയാണെന്നേ. അതായത് പണ്ടത്തെ കാലത്ത് ഒരു മീൻ വറുത്തതൊക്കെ കൂട്ടി അല്ലെങ്കിൽ മീൻകറി കൂട്ടിയ ചോറുണ്ടാകുമെന്ന ഒരു കാലഘട്ടം ഉണ്ടായെങ്കിൽ പ്രായമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പച്ചക്കറികൾ കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചൂട് കഞ്ഞി കുടിക്കാൻ, കഞ്ഞിയും പയറും ചമ്മന്തിയും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ മുത്തശ്ശിക്ക് എന്നാ പറ്റി, അല്ലെങ്കിൽ ഈ അമ്മച്ചിക്ക് എന്നാ പ്രായമായോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലാണ് നമുക്ക് അതിന്റെ ആഭിമുഖ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ സെൽഫ് ലവ് എന്നാണ് പറയുന്നത് കേട്ടോ. ആ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. സന്നദ്ധ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും ഒക്കെ ചെറുപ്പക്കാർക്കുള്ളതല്ലേ എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കുള്ളതൊന്നുമല്ല. നമുക്കറിയാം റിട്ടയർമെന്റ്, ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടാണ് നമ്മുടെ ഗിരിജമ്മ ചേച്ചി ഇതിനകത്തുണ്ട്. കണ്ടു കഴിഞ്ഞ് 30 വയസ്സേ തോന്നത്തുള്ളൂ. ഗിരിജമ്മ ചേച്ചിക്ക് ഒരു സന്തോഷമായോ ഉണ്ട് അതിനകത്ത്. ശരിക്കും ഇന്ന് ഞാൻ കണ്ടു ചുരിദാറൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തൊരു 30-35 വയസ്സിൽ കൂടുതൽ ഒന്നും പ്രായം തോന്നത്തില്ല. അങ്ങനെ ഇപ്പോൾ ആള് റിട്ടയർ ആയെന്ന് പറഞ്ഞ ആൾക്കാർ അതിശയിച്ചു പോകും. ഇപ്പോഴും സേവനം ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം മാമ്പഴക്കൂട്ടത്തില്
കഴിഞ്ഞ ദിവസം ഇന്നത്തെ മാമ്പഴക്കൂട്ടത്തിൽ ചെറുപ്പക്കാരിയായിട്ട് ഓടി നടക്കുന്ന കുട്ടികളുടെ പുറകെ ഓടി നടക്കുന്ന അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എൻ്റെ സുഹൃത്തായിട്ടുള്ള സുനിത ബിജു റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന കാണുമ്പോൾ റീടയർ ആണ്. അല്ലാതെ നമുക്ക് പ്രായം ആയപ്പോൾ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതിന് ഒരു മറു ചോദ്യങ്ങളാണ് ഈ സുനിത ബിജുവും ഗിരിജമ്മ ചേച്ചിയും ഇതുപോലെ തന്നെ കുറെ പഠിതാക്കൾ ഇതിനകത്ത് റിട്ടയർ ചെയ്തതിനു ശേഷം വന്നിട്ടുള്ള പേരെടുത്ത് പറയാത്ത കുറെ പഠിതാക്കളും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അവരോടൊക്കെ ഞാൻ സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വളരെ വളരെ ഭഗവാന്റെ മുന്നിലേക്ക് കൊടുക്കുന്ന കർമ്മസിദ്ധികളാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ കവിളൊട്ടി നരയും കഷണ്ടിയും ബാധിച്ച് തൊലി ചുളുങ്ങി പഴയ ഭംഗിയൊന്നും എനിക്കില്ല, ഇങ്ങനെ എന്നോട് അടുത്തിടപെടാനായിട്ട് ചെറുപ്പക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഡോക്ടർ സി തോമസ് എബ്രഹാം സാറിന്റെ കഥ, അദ്ദേഹം കളിക്കുന്ന ഡാൻസ് കാണണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതായത് 85-90 വയസ്സുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ടല്ല വരുന്നത്, ബസ്സിൽ കയറി തന്നെയാണ് വരുന്നത്. അതായത് എന്താ പറയുന്നത്, ശരിക്കും നമ്മുടെ അല്ലെങ്കിൽ സാറിനെ കൂട്ടിക്കൊണ്ട് വരാൻ സാറിന്റെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടാവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് സാറ് കാറ് കയറി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോ അതായത് എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് ശരീരത്തിന് ഫിസിക്കലി എനിക്ക് ഫിറ്റ് ആയിരിക്കും എന്ന് തോന്നുന്ന അദ്ദേഹത്തിന്റെ ആ മൈൻഡിന്റെ എനർജിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കവിളൊട്ടി നരയും കഷണ്ടിയും ബാധിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലായിരിക്കില്ല. ഞാനിപ്പോ എത്ര പ്രാവശ്യം സാറിന്റെ പേര് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പ്രസാദ് കുമാർ സാറ് ആ കഷണ്ടി തലയും ആ മുഖത്തെ ചുക്കും ചുളിവുകളും ഒക്കെ ഉണ്ടെന്ന് പ്രായമായെന്നും തോന്നുന്നു. ഇപ്പൊ സാറ് അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രായമായെന്നൊന്നും തോന്നത്തില്ല. ആ കഷണ്ടി തലയിലൂടെ സാറ് കൈയൊന്ന് ഓടിക്കുമ്പോഴാണ് അതിനകത്ത് ശരിക്കും രോമങ്ങളൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്കുണ്ട്. പ്രായമായെന്ന് നമുക്ക് തോന്നാറില്ല. അത് സാറിന്റെ ഓടി നടത്തും കൃത്യമായിട്ടുള്ള ഓരോ സംഘടനവും കോർഡിനേഷനും നമ്മളെ അതിശയിപ്പിച്ചു പോകുന്നത് പല പ്രവർത്തനങ്ങളും നമുക്ക് കണ്ടുപഠിക്കേണ്ട ആള് തന്നെയാണ്. അങ്ങനെ ആവുമ്പോൾ അതായത് റിട്ടയർ ആണെന്നും പറഞ്ഞ് വീട്ടിലിരുന്നുവെങ്കിൽ ഇതുപോലുള്ള സേവനങ്ങളൊന്നും നമുക്ക് ലഭ്യമാകില്ലായിരുന്നു. എൻ്റെ മക്കളാണ് എൻ്റെ സർവസ്വം. തെറ്റാട്ടോ അത് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് പറക്കമുറ്റി കഴിയുമ്പോൾ അവർക്ക് പറന്നു പോകൂലേ. അങ്ങനെ പറന്നു പോയി കഴിയുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയും മക്കളുണ്ടായിട്ട് എനിക്ക് ഇവരൊന്നും വരുന്നില്ലല്ലോ, എന്നെ പരിചരിക്കാനില്ലല്ലോ. നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ കരുതലുകൾ ഉണ്ടാകുക. കാരണം കുട്ടികൾ പറക്കം പറ്റാനാകുമ്പോൾ അവർ പറന്നു പോകും തീർച്ചയായിട്ടും. അതുകൊണ്ട് താൻ ഇനി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ തൻ്റെ സഹയാത്രികനായിട്ടുള്ള പ്രിയതമയോടോ ഒപ്പം മാത്രമേ തനിക്ക് ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും മുൻകൂട്ടി നമ്മുടെ മനസ്സിനെ കരുതലായിട്ട് കാണിച്ചു വെക്കുക. പിന്നെ ഞാൻ ഇത്രയും കാലം കൊടുത്തു, ഇനിയുള്ള കാലം ഞാൻ അങ്ങ് എടുക്കട്ടെ, അതായത് വിശ്രമം എടുക്കട്ടെ, മക്കളുടെ പരീക്ഷ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമുക്ക് ഊർജമുള്ളിടത്തോളം കാലം നമുക്ക് എത്രമാത്രം എനർജി ഉണ്ടോ ആ എനർജി മുഴുവൻ പൂർണ്ണമായിട്ട് നമുക്ക് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതായത് നമുക്ക് ഇപ്പൊ പ്രായമായവരാണ് എന്നും കുരുക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ 2 പുഷ്പം പറിച്ചുകൊണ്ട് പോയെന്നാൽ നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ആ പുഷ്പം പറിക്കാനായിട്ട് ഒരു ചെടി നടണമെന്നുണ്ടെങ്കിൽ അതും ഒരു സന്തോഷമാണ്. അതിലൊരു ഇല വരുമ്പോൾ അതിനൊരു പൂവുണ്ടാകുമ്പോൾ അതിലൊരു കായുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് ഉള്ളിൽ നിന്നും നമ്മൾക്ക് ആ പരമാനന്ദത്തില് കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകും. പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ടാണ് മഹാഗുരു നമ്മളെ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിരേണം എന്ന് പറയുമ്പോൾ ഈശ്വര പ്രാർത്ഥനയിലൂടെ നമ്മളെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ നമ്മളെ കാട്ടിത്തരുന്നത് കാണണ്ടാത്തൊന്നും നമ്മൾ കാണരുതേ എന്ന് മഹാഗുരുവിനോട് പറയുകയും കേൾക്കരുതാത്തതൊക്കെ കേൾക്കരുതെന്നും വേണ്ടാത്തതൊന്നും ചെയ്യിക്കരുതേ എന്ന നമ്മുടെ പ്രാർത്ഥനയും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മഹാഗുരുവിന്റെ ദർശനത്തിലൂടെ എനിക്ക് ഏതാനും നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയും പ്രായമായവരെ ആണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. എല്ലാവരും പ്രായമൊന്നുമില്ല, എല്ലാവരും ചെറുപ്പക്കാരാണ്. വളരെ സന്തോഷത്തോടെ
വളരെ സ്നേഹത്തോടും കൂടി ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ, എൻ്റെ ഒരു ഉദ്യമം മാത്രമാണ്. പുതിയൊരു വിഷയം ഞാൻ ഇതൊന്നും എന്നും അവതരിപ്പിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മഹാഗുരുവിനെ എൻ്റെ ദർശനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പഠിച്ച കാര്യങ്ങളെ പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ഒരു പരമാനന്ദം. ആ പരമാനന്ദത്തിൽ ഞാനും ആറാടുകയാണ്. എൻ്റെ റിവേഴ്സ് ഏജിങ്ങിൻ്റെ പിന്നിലത്തെ രഹസ്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. 50+ ഉള്ളതാണ്. എൻ്റെ പ്രായം എത്രയാണെന്ന് എല്ലാവർക്കും ഒരു സംശയം വരുന്നുണ്ട്. റിട്ടയർമെൻറ്റ് കാലഘട്ടമായിട്ടില്ല. എന്നാൽ എനിക്ക് 50 വയസ്സിന് മുകളിലുണ്ട്. ബാക്കി നിങ്ങൾ കണക്ക് കൂട്ടാൻ നിങ്ങൾക്കായിട്ട് ഇട്ട് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നന്ദി, നന്ദി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ഏറെ ബഹുമാനപ്പെട്ട ടീച്ചർ ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായൊരു ക്ലാസ്സാണ് നൽകിയത്. പുഞ്ചിരിയിൽ തുടങ്ങി ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെ നമ്മളെ നയിച്ച് വ്യായാമം വരെ പ്രതിപാദിച്ച ശേഷം ഒട്ടേറെ സൈക്കോളജിക്കൽ ടിപ്സ്, ഒരു മോട്ടിവേഷൻ, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഹാഗുരുവിന്റെ ദർശനങ്ങളെയും കൃത്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രഭാഷണം അങ്ങേയറ്റം ഹൃദ്യമായിരുന്നു. ടീച്ചർക്ക് പഠനകേന്ദ്രത്തിന്റെ പേരിൽ മുഴുവൻ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി ശ്രീമതി മഞ്ജു ഷാജി കാനം അവരെ ക്ഷണിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ദത്ത ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം ത്തിന്റെ വ്യത്യസ്തമായ ഈ ക്ലാസ്സോടുകൂടി ഇന്നത്തെ പാഠഭാഗം അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇല്ലെങ്കിൽ നിന്ന് പുറത്തു പോകാം.